ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. സമയം സാക്ഷിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് മഹാരഥന്മാരെ പ്രേക്ഷകർക്ക് മുന്നിൽ ആത്മീയ ചിന്തകളിലൂടെ എത്തിച്ചിട്ടുണ്ട്. കാലവും പ്രപഞ്ചവും തിരുത്തി എഴുതിയ ഒരു പ്രതിഭ എന്ന ഒരു പ്രയോഗം പ്രേക്ഷകരെ നിങ്ങൾ ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ. സമയം സാക്ഷി ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ ഒരു മഹാപ്രതിഭയെക്കുറിച്ചാണ്. ചില മനുഷ്യർ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ചരിത്രത്തെ മാറ്റിമറിക്കുവാൻ വേണ്ടിയാണ്. പലർക്കും അറിവിനേക്കാൾ ഉപരിയായി വെളിപാടുകളായിട്ട് കിട്ടുന്നുണ്ട്. ആ ചിലരെ സംബന്ധിച്ച് ആ ജീവിതം പലപ്പോഴും ഒരു സാധാരണ കുട്ടിയായി തുടങ്ങുന്നതായിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീനെ സംബന്ധിച്ചും ഒരു സാധാരണ കുട്ടിയായി തുടങ്ങി, പിന്നീട് പ്രപഞ്ച നിയമങ്ങളെ തന്നെ ചോദ്യം ചെയ്യുകയും അവസാനം ബുദ്ധിയുടെയും പ്രതിഭയുടെയും മറ്റൊരു വാക്കായി മാറുകയും ചെയ്ത ആ മനുഷ്യൻ, ആ പേര് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം കണ്ടുപിടിച്ച സമവാക്യങ്ങൾ മനുഷ്യൻ്റെ ലോകത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചിട്ടുണ്ട്. ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലുപരി ഒരു ചിന്തകനും മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച ഒരു മനുഷ്യനും അതായിരുന്നു അദ്ദേഹം. സമയം സാക്ഷി ആ അതുല്യ പ്രതിഭയുടെ ജീവിതത്തിലേക്കും ചിന്തകളിലേക്കും അദ്ദേഹം ലോകത്തിന് നൽകിയ അതുല്യമായ സംഭാവനകളിലേക്കും ഒരു യാത്ര പോവുകയാണ്. 1879 മാർച്ച് 14 ജർമ്മനിയിലെ ഉർട്ടംബർഗിലെ ഉൽമിലാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിക്കുന്നത്. 6 ആഴ്ചകൾക്ക് ശേഷം തൻ്റെ കുടുംബം മ്യൂണിക്കിലേക്ക് താമസം മാറ്റി. അവിടെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. പിന്നീട് അവർ കുടുംബമായി ഇറ്റലിയിലേക്ക് താമസം മാറിയെങ്കിലും ആൽബർട്ട് സ്വിറ്റ്സർലാൻഡിലെ ആരാവുവിൽ വിദ്യാഭ്യാസം തുടർന്നു. സംസാരശേഷി വളരെ വൈകി മാത്രം ലഭിച്ചതിനാൽ ആൽബർട്ട് ഐൻസ്റ്റീന് ബുദ്ധിപരമായ വെല്ലുവിളികൾ ഉണ്ടാകുമോ എന്ന് തൻ്റെ മാതാപിതാക്കൾ പലപ്പോഴും ഭയപ്പെട്ടിരുന്നു. എന്നാൽ രസകരമായൊരു കാര്യം, സ്കൂളിലെ പരമ്പരാഗതമായ പഠന രീതികളോടും മനപ്പാഠം പഠിക്കുവാനുള്ള അധ്യാപകരുടെ നിർദ്ദേശങ്ങളോടും യോജിച്ചു പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ആ ചെറിയ ലോകത്തിൽ അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളെ തേടിയിരുന്നു. 5-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തനിക്കൊരു കോമ്പസ് സമ്മാനിച്ചു. വടക്ക് ദിശ മാത്രം കാണിക്കുന്ന ഒരു ചെറിയ ഉപകരണം. അത് ഐൻസ്റ്റീനെ അത്ഭുതപ്പെടുത്തി. ഒരു ശക്തിക്കും കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തി എങ്ങനെയാണ് ആ സൂചി ചലിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം അത്ഭുതത്തോടെ ചിന്തിച്ചു. പ്രപഞ്ചത്തിലെ അദൃശ്യ ശക്തികളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവിടെ തുടങ്ങുകയായിരുന്നു. – 1896 ആൽബർട്ട് ഐൻസ്റ്റീൻ സൂറിച്ചിലെ സ്വിസ് ഫെഡറൽ പോളിടെക്നിക് സ്കൂളിൽ ഭൗതിക ശാസ്ത്രത്തിലും ഗണിതത്തിലും അധ്യാപകനാകാനുള്ള പരിശീലനം നേടി. എന്നാൽ 1901 ഡിപ്ലോമ നേടിയ വർഷം ഒരു അധ്യാപക സ്ഥാനം കണ്ടെത്താൻ കഴിയാത്തതിനാൽ അദ്ദേഹം സ്വിസ് പേറ്റന്റ് ഓഫീസിൽ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റായി ജോലി സ്വീകരിച്ചു. ഈ സാധാരണ ജോലിയിൽ നിന്നുമാണ് ലോകത്തെ മാറ്റിമറിച്ച അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത്. ശാസ്ത്രലോകം
ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പേര് ശ്രദ്ധിച്ചു തുടങ്ങിയത് 1905 മുതലാണ്. ഒരു സാധാരണ പേറ്റന്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം ആ ഒരൊറ്റ വർഷത്തിൽ 4 വിപ്ലവകരമായ ശാസ്ത്രീയ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. അതുകൊണ്ടാണ് ഈ വർഷം ശാസ്ത്ര ചരിത്രത്തിൽ അത്ഭുത വർഷമെന്ന് അറിയപ്പെടുന്നത്. ഈ വർഷം തന്നെയാണ് അദ്ദേഹം ഡോക്ടറേറ്റ് ബിരുദം നേടിയത്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം, പ്രകാശം തരംഗരൂപത്തിൽ മാത്രമല്ല, ഫോട്ടോൺ എന്നറിയപ്പെടുന്ന ഊർജത്തിൻ്റെ ചെറു കണികകൾ കൂടിയാണെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. ഈ കണ്ടുപിടുത്തത്തിനാണ് അദ്ദേഹത്തിന് പിന്നീട് നൊബേൽ സമ്മാനം ലഭിച്ചത്. ബ്രൗണിയൻ ചലനം, ബ്രൗണിയൻ മോഷൻ, അതായത് ദ്രാവകങ്ങളിൽ അതിൻ്റെ ഉപരിഭാഗത്ത് പൊങ്ങിക്കിടക്കുന്ന ചെറു കണികകളുടെ ക്രമരഹിതമായ ചലനങ്ങൾക്ക് കാരണം മനുഷ്യൻ്റെ നഗ്നനേത്രങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയാത്ത ആറ്റങ്ങളും തന്മാത്രകളും അവയെ തുടർച്ചയായി തട്ടുന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ ഒരു കണ്ടുപിടുത്തം ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും യഥാർത്ഥ അസ്തിത്വത്തിന് ശാസ്ത്രീയമായ തെളിവ് നൽകുകയായിരുന്നു. സവിശേഷ ആപേക്ഷികത സിദ്ധാന്തം, സ്പെഷ്യൽ റിലേറ്റിവിറ്റി, ന്യൂട്ടോണിയൻ മെക്കാനിക്സത്തിലെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ ഐൻസ്റ്റീൻ വൈദ്യുത കാന്തിക ക്ഷേത്ര നിയമങ്ങളുമായി മെക്കാനിക്സിൻ്റെ നിയമങ്ങൾ പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിൽ നിന്നാണ് ഈ സിദ്ധാന്തം ഐൻസ്റ്റീൻ രൂപപ്പെടുത്തിയത്. പ്രകാശത്തിൻ്റെ വേഗത സ്ഥിരമാണ് എന്നും എന്നാൽ സമയം, നീളം, ഭാരം എന്നിവ ഒരു നിരീക്ഷകൻ്റെ ചലനങ്ങൾക്കനുസരിച്ച് മാറുമെന്നും ഐൻസ്റ്റീൻ സമൃദ്ധമായി സ്ഥാപിച്ചു. E=mc², പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സമവാക്യം. ഊർജവും അഥവാ എനർജി, ദ്രവ്യവും അഥവാ മാസ് പരസ്പരം മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം ഈ സമവാക്യത്തിലൂടെ തെളിയിച്ചു. ആണവോർജം പോലുള്ള സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനം ഈ സിദ്ധാന്തമാണ് പ്രേക്ഷകർക്കറിയാം. 1908 ബെർണിൽ പ്രൈവറ്റ് ഡോസൻ്റായി നിയമിതനായതോടെ ഐൻസ്റ്റീൻ്റെ അക്കാഡമിക ജീവിതം ആരംഭിച്ചു. പ്രൈവറ്റ് ഡോസൻ്റ് എന്നത് ജർമ്മനിയിലെയും സ്വിറ്റ്സർലാൻഡിലെയും സർവകലാശാലകളിൽ നിലവിലുണ്ടായിരുന്ന ഒരു അക്കാഡമിക് പദവിയാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു ഡോക്ടറേറ്റ് നേടിയ ശേഷം ആ സർവകലാശാലയിൽ ശമ്പളമില്ലാതെ സ്വന്തമായി ക്ലാസ്സുകൾ എടുക്കുവാൻ അനുവാദമുള്ള ഒരു യോഗ്യത മാത്രമാണത്. ഒരു പ്രൊഫസറായി നിയമിക്കപ്പെടുന്നതിനുള്ള ഒരു മുൻകടമ്പയായിട്ടാണ് ഇത് പൊതുവായി കണക്കാക്കപ്പെട്ടിരുന്നത്. ഇനി ഐൻസ്റ്റീൻ്റെ കാര്യത്തിൽ പേറ്റന്റ് ഓഫീസിലെ ജോലിക്ക് ശേഷം അദ്ദേഹത്തിന് ലഭിച്ച ആദ്യത്തെ അക്കാഡമിക പദവിയായിരുന്നു ഇത്. ഇതുവഴി അദ്ദേഹത്തിന് സർവകലാശാലയിൽ ക്ലാസ്സുകൾ എടുക്കുവാനുള്ള അവസരം ലഭിച്ചു. ഈ പദവിയിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം ഒരു പ്രൊഫസറായി ഉയർത്തപ്പെടുന്നത്. പിന്നീട് സൂറിച്ച്, പ്രാഗ്, പിന്നെയും സൂറിച്ച് എന്നിവിടങ്ങളിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചുകൊണ്ടേയിരുന്നു. 1914 ബെർലിനിലെ കൈസർ വിൽഹെം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സിൻ്റെ ഡയറക്ടറായി അദ്ദേഹം നിയമിതനായി. 1916 ഐൻസ്റ്റീൻ തൻ്റെ മഹാസിദ്ധാന്തം ജനറൽ റിലേറ്റിവിറ്റി അവതരിപ്പിച്ചു. പൊതു ആപേക്ഷികതാ സിദ്ധാന്തം എന്ന് പറയും. ഇത് ഗുരുത്വാകർഷണത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടിനെ എന്നേക്കുമായി മാറ്റിമറിച്ചു.
ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണത്തെ ഒരു ശക്തിയായി കണ്ടപ്പോൾ ഐൻസ്റ്റീൻ അതിനെ സ്ഥലകാലം, സ്പേസ് ടൈം എന്ന വലയുടെ വളവായി വിശദീകരിച്ചു. ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചപ്പോൾ ശാസ്ത്രജ്ഞർക്ക് പൂർണ്ണമായും വിശ്വസിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 1919 ആർതർ എഡിങ്ടൺ എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഒരു സൂര്യഗ്രഹണം നിരീക്ഷിച്ചുകൊണ്ട് ഐൻസ്റ്റീൻ്റെ പ്രവചനം ശരിയാണ് എന്ന് തെളിയിച്ചു. അതോടെ ഐൻസ്റ്റീൻ ഒരു ലോക പ്രശസ്തനായ പ്രതിഭയായി മാറി. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പ്രതിഭയുടെ പ്രസക്തി അദ്ദേഹത്തിൻ്റെ മരണശേഷവും കുറഞ്ഞിട്ടില്ല. മറിച്ച് ലോകം മുന്നോട്ട് പോകും തോറും അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കലുകളും കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളും കൂടുതൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, കൂടുതൽ പഠന വിഷയമാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ഇന്നത്തെ പ്രസക്തി എന്താണ് എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പ്രിയരെ, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളാണ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അടിത്തറ. പൊതു ആപേക്ഷികത സിദ്ധാന്തം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന GPS, ആ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അതായത് ഭൂമിക്ക് മുകളിലുള്ള സാറ്റലൈറ്റുകളിൽ സമയം സാധാരണ സമയത്തിൽ നിന്ന് വ്യത്യാസപ്പെടും എന്നതിനാൽ GPS കൃത്യമായി പ്രവർത്തിക്കുവാൻ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം ഉപയോഗിച്ച് ആ വ്യത്യാസം തിരുത്തണം. കറുത്ത സുഷിരങ്ങളും ഗുരുത്വാകർഷണ തരംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പ്രവചിച്ച കറുത്ത സുഷിരങ്ങളെയും ഗുരുത്വാകർഷണ തരംഗങ്ങളെയും ശാസ്ത്രലോകം സമീപകാലത്ത് കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിനുള്ള മഹത്തായ തെളിവാണ്. നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട് പ്രിയരെ. ജിജ്ഞാസ, ക്യൂരിയോസിറ്റി, ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജിജ്ഞാസയാണ് അദ്ദേഹത്തെ ഒരു വലിയ ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത്. കുട്ടിക്കാലത്ത് തൻ്റെ പിതാവ് തനിക്ക് സമ്മാനിച്ച ഒരു കൊച്ചു കോമ്പസ് കണ്ടപ്പോൾ ഉണ്ടായ ആ അത്ഭുതം പ്രപഞ്ച രഹസ്യങ്ങൾ തേടിയുള്ള യാത്രയ്ക്ക് വഴിമരുന്നിടുകയായിരുന്നു. ആ ജിജ്ഞാസയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. സ്വതന്ത്രമായ ചിന്ത മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സൂചനയാണ്. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ചിന്ത, പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതികളെ അദ്ദേഹം ചോദ്യം ചെയ്തു. കൂട്ടത്തിൽ നിന്ന് വേറിട്ട് സ്വന്തമായി ചിന്തിക്കുവാനും വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കുവാനും അദ്ദേഹം തയ്യാറായി. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായ ചിന്ത എന്നത് ഒരു വലിയ പാഠമാണ്. ഇനിയുള്ളത് അദ്ദേഹത്തിൻ്റെ സമാധാനത്തിനായുള്ള പോരാട്ടം. അദ്ദേഹം ഒരു സമാധാനവാദിയായിരുന്നു, ഒരു സമാധാന പ്രിയനായിരുന്നു. ലോകം മുഴുവൻ അക്രമങ്ങൾക്കെതിരെ സംസാരിച്ചു. ആണവായുധങ്ങളുടെ അപകട സാധ്യതയെക്കുറിച്ച് മുൻകൂട്ടി അദ്ദേഹം ലോകത്തിന് മുന്നറിയിപ്പ് നൽകി. ഇത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രപരമായ സംഭാവനകളെക്കാൾ മനുഷ്യത്വപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. പ്രിയരെ, ജിജ്ഞാസയാണ് എല്ലാത്തിൻ്റെയും താക്കോലെന്ന്, എല്ലാ അറിവുകളുടെയും താക്കോലെന്ന് സ്വജീവിതത്തിലൂടെ ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ഐൻസ്റ്റീൻ മനഃപാഠം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യം നൽകിയത് എന്തുകൊണ്ട്, എന്തിന് എന്നുള്ള ചോദ്യങ്ങൾക്കാണ്. 5-ാമത്തെ വയസ്സിൽ ഒരു കോമ്പസ് കണ്ടപ്പോൾ അതിൻ്റെ സൂചി എന്തുകൊണ്ട് വടക്കോട്ട് മാത്രം തിരിയുന്നു എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആ ഒരു ജിജ്ഞാസയാണ് പിന്നീട് അദ്ദേഹത്തെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന രഹസ്യങ്ങൾ തേടാൻ പ്രേരിപ്പിച്ചത്. പുതിയ കാര്യങ്ങൾ
പഠിക്കുവാനുള്ള, മനസ്സിലാക്കാനുള്ള നമ്മുടെ ആഗ്രഹം നിലനിർത്തുക എന്നതാണ് മൊബൈലിൻ്റെ മാസ്മരിക ലോകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ മുൻകൂട്ടി പറയുന്നത്. പരാജയങ്ങളെ ഭയക്കാതിരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പഠിപ്പിക്കലാണ്. തുടക്കത്തിൽ ഐൻസ്റ്റീന് ഒരു അധ്യാപക ജോലി പോലും ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പലതും ശാസ്ത്രലോകം ആദ്യം അംഗീകരിച്ചില്ല. എന്നിട്ടും ഐൻസ്റ്റീൻ പിന്തിരിഞ്ഞില്ല. തൻ്റെ ആശയങ്ങളിൽ വിശ്വസിക്കുകയും അതിനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. ഒരു ശരിയായ വഴി കണ്ടെത്താൻ നാം ഒരുപാട് തവണ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമെന്ന് ഐൻസ്റ്റീൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റേതായ ലോകത്തിൽ തനതായ വഴി കണ്ടെത്തിയതിലൂടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് സമ്മാനിച്ച ഒരു വ്യക്തിയാണ്, ഒരു പ്രതിഭയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പരമ്പരാഗത പഠന രീതികളെ ചോദ്യം ചെയ്ത് മുന്നേറിയ ഐൻസ്റ്റീൻ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുവാനും സ്വന്തമായി ചോദ്യങ്ങൾ ചോദിക്കുവാനും ധൈര്യം കാണിച്ചു. ലോകത്തെ മാറ്റിയ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി ചിന്തിച്ചപ്പോൾ ഉണ്ടായി വന്നതാണ്. ആൾക്കൂട്ടത്തെ പിന്തുടരാതെ, മറ്റൊരാളുടെ വഴിയിൽ കൂടെ സഞ്ചരിക്കാതെ സ്വന്തം വഴി കണ്ടെത്തി ആ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നുണ്ട്. പ്രിയ പ്രേക്ഷകരെ, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന അതുല്യ പ്രതിഭ 1955 ഏപ്രിൽ 18 ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റണിൽ വെച്ച് ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിന് നിരവധി സർവകലാശാലകളിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. 1925 ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ കോപ്ലി മെഡലും 1935 ഫ്രാങ്ക്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രാങ്ക്ലിൻ മെഡലും ഉൾപ്പെടെ നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഐൻസ്റ്റീൻ ഒരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല, സ്വന്തം വഴിയിലൂടെ സഞ്ചരിച്ച ഒരു തത്വചിന്തകനും കൂടിയാണ്. പ്രതിഭയുടെയും ഭ്രാന്തിൻ്റെയും ഇടയിലുള്ള അതിർവരമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാഞ്ഞു പോയിരുന്നു. നമുക്കറിയാം, ഇന്ന് ബുദ്ധിമാൻ അഥവാ ജീനിയസ് എന്നതിൻ്റെ പര്യായമായി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ പേര് നമുക്ക് ചുറ്റും നിലകൊള്ളുന്നുണ്ട്. ഇന്നത്തെ സമയം സാക്ഷി ആ ജീനിയസിൻ്റെ അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. സമയത്തിൻ്റെ മറ്റൊരു മികച്ച സാക്ഷ്യപ്പെടുത്തലുമായി വീണ്ടും ഒരു അധ്യായത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.